ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് തേർഡ് പേഴ്സൺ ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിലേറ്റ് ചെയ്യണമെന്നില്ല. റെസിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പേഴ്സൺ ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്. എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്? ത്രീ വൺസിന് എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോഴും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും പോയിട്ടില്ല എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിയുവാനും അതുപോലെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് അറിയുവാനും ഇപ്പോഴും വളരെയധികം ഒരു താല്പര്യം ഈ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു, നിങ്ങളിപ്പോൾ ഹാപ്പിയാണോ അതോ ദുഃഖത്തിലാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് വളരെയധികം ഒരു അസൂയ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് തന്നെ നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ആദ്യം തന്നെ ഈ ഒരു ത്രീയോ വൺസ് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് തേർഡ് പേഴ്സൺ ആക്റ്റീവ് ആണോ. കിങ് ഓഫ് കപ്സിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ച ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് മുൻപ് പക്ഷേ ഈ ഒരു വ്യക്തി ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഒരു അതായത് അതൊരു യഥാർത്ഥ സ്നേഹമൊന്നുമായിട്ട് കാണിക്കുന്നില്ല. ഒന്ന് അവരുടെ ആ ഒരു പെട്ടെന്ന് തോന്നിയൊരു അട്രാക്ഷൻ ആണെന്ന് കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇവിടെ വലിയ തരത്തിലുള്ള ഒരു സ്നേഹമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അവർ അങ്ങോട്ട് ഒന്നും മാറിയ ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അതായത് ഒരു തിരിച്ചറിവ്, താൻ ചെയ്തത് എന്താണ്, അതല്ലെങ്കിൽ തെറ്റേത് ശരിയേത് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിയിലേക്ക് വന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അങ്ങോട്ടൊരു താല്പര്യം കുറവാണെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു അതായത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കപ്പ് നിങ്ങളാണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളോടാണ് ആ ഒരു വ്യക്തിക്ക് കൂടുതൽ താല്പര്യമുള്ളതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളെ വിട്ടുകളയുവാനായിട്ട് ഈ ഒരു വ്യക്തി തയ്യാറല്ല എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പേഴ്സൺ ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്. ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു തകർച്ച ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി വിചാരിച്ചിരുന്നില്ല. അതായത് നിങ്ങളുടെ വ്യക്തി ഇവരിൽ നിന്നും അകന്നു പോകുമെന്ന് ഈ ഒരു തേർഡ് പാർട്ടി വിചാരിച്ചിരുന്നില്ല എന്നാണ് നമുക്കിവിടെ ഈ ഒരു ടവർ കാർഡ് കാണിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ഈ ഒരു തേർഡ് പാർട്ടിക്ക് സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഹാപ്പി അല്ല എന്ന് കാണിക്കുന്നുണ്ട്. വളരെയധികം മാനസികമായ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇവരിൽ നിന്നും അകന്നു പോയത് ഇവരെ വളരെയധികം മാനസികമായിട്ട് വളരെയധികം തളർത്തിയ ഒരു എനർജിയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ഈ ഒരു ബന്ധം ഇല്ലാതാക്കിയ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് യൂണിവേഴ്സായിട്ട് തന്നെ ഈ ഒരു ബന്ധം തകർത്ത് കളഞ്ഞു എന്നാണ് ഈ ഒരു ടവർ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും തേർഡ് പേഴ്സൺ ആക്റ്റീവ് ആണോ. നമുക്കിവിടെ മൂൺ കാർഡ് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോഴും ഇവിടെ തേർഡ് പേഴ്സൺ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. അതായത് ഇവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി ഇവരെ വിട്ടുപോയതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ തകർച്ചകൾ ഈ ഒരു തേർഡ് പേഴ്സണിന് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും വീണ്ടും ഇവരുടെ ശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയാണെന്നാണ് കാണിക്കുന്നത്. വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു മൂൺ കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാത്തതായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെയും നിങ്ങൾ അറിയാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ ഈ ഒരു മൂൺ കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പേഴ്സൺ ആക്റ്റീവ് ആണോ എന്നുള്ളത്. ടെൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ തേർഡ് പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു സമയത്ത് സ്വാധീനിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതായത്
ഇവർക്ക് മാറി നിന്ന് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നോക്കിക്കാണാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അല്ലാതെ പഴയ രീതിയിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരടുപ്പം സൃഷ്ടിക്കുവാനായിട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു തേർഡ് പേഴ്സണ് കഴിയുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടെൻ ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങളെക്കുറിച്ചാണ്. അതായത് നിങ്ങളിവിടെ നല്ല രീതിയിൽ ഇപ്പോൾ ജീവിക്കുവാൻ പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു സ്നേഹം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാപ്പി ഫാമിലി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരാൻ പോകുന്ന കാര്യങ്ങൾ. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവിച്ചതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു ടെൻ ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി ആക്റ്റീവ് ആണോ എന്നുള്ളത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ടെൻ ഓഫ് വൺസ് ആണ്. വീണ്ടും നമുക്കിവിടെ ഒരു നോയാണ് കാണിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അവർക്ക് നല്ല രീതിയിൽ അവരുടെ ആ ഒരു ശ്രമങ്ങളെ വിജയത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഈ ഒരു ടെൻ ഓഫ് വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി വളരെയധികം ദുഃഖത്തിലാണ്. അവർ ചെയ്ത ചില കർമ്മങ്ങളുടെ ഫലങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു തേർഡ് പേഴ്സൺ അനുഭവിക്കുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്ന് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് സംസാരിക്കുവാനോ അതല്ലെങ്കിൽ അവരോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുവാനോ ഈ ഒരു തേർഡ് പേഴ്സൺ ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് മാറി നിന്നും ഇവർ വീക്ഷിക്കുന്ന ഒരു എനർജിയാണ്. നേരിട്ട് വരുവാനായിട്ട് ഒരു ധൈര്യം ഈ ഒരു തേർഡ് പേഴ്സൺ ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു സമയത്ത് ഈ ഒരു തേർഡ് പേഴ്സൺ ഭയക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് തേർഡ് പേഴ്സൺ ആക്റ്റീവ് ആണോ എന്നുള്ളത്. നൈറ്റ് റിസോർട്സിന്റെ എനർജിയാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവർ വളരെയധികം ശ്രമങ്ങൾ വീണ്ടും നടത്തുമെന്ന് കാണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള, അതായത് ഒരുപക്ഷെ നിങ്ങളെ വ്യക്തിയെ വീണ്ടും വിളിക്കുവാനായിട്ട് ശ്രമിക്കാം, അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കുവാനായിട്ട് ശ്രമിക്കാം. ആ ഒരു ശ്രമങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നൈറ്റ് റിസോർട്സ് ആണ് വളരെ സ്പീഡിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നുള്ളത്. നമുക്കിവിടെ 3 കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഹാങ്ഡ് മാൻ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇത് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്ത ഒരു എനർജിയാണ് ഈ ഒരു ഹാങ്ഡ് മാൻ പറഞ്ഞു തരുന്നത്. അതായത് അവർക്കിപ്പോൾ അതിലോട്ട് താല്പര്യമില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവർ അവരുടെ ചിന്താ രീതിയിൽ ഈ ഒരു സമയത്ത് മാറ്റം വരുത്തിയ ഒരു എനർജിയാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ത്രീ ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നത് അവർ ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടാണ്. അവർ ഫാമിലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 4 ഓഫ് വൺസിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളോടൊത്തൊരു സെലിബ്രേഷൻ ആണ് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. മറ്റു ഒരു കാര്യവും ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ അവർ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാനും നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കുവാനും ഒരു ശ്രമം നടത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തി അതിലോട്ട് പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നില്ല. കാരണം അവർ അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു വന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയോ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നല്ല എന്തൊക്കെയോ സന്തോഷങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു 4 ഓഫ് വൺസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, തേർഡ് പേഴ്സൺ ഇപ്പോൾ ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അവർ ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ പൂർണ്ണമായിട്ടും ഇപ്പോൾ അവർ എന്തൊക്കെ കാട്ടിയാലും നിങ്ങളുടെ വ്യക്തി അങ്ങോട്ട് പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. തേർഡ് പേഴ്സൺ അവിടെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ കാഴ്ചപ്പാട് മാറിയ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അവർ ഇപ്പോൾ കൂടുതലും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.